ഇതിൻ്റെ പേരാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയും. നമുക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇത് നമ്മളുടെ ഇൻകം, ഇത് നമ്മളുടെ എക്സ്പെൻസ്. നമുക്കൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് അറിയാം, ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയും. ഇൻകം നമ്മളുടെ കൂടി, വരുമാനം കൂടി, അപ്പം നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട്, നമ്മൾ അതനുസരിച്ച് നമ്മളുടെ ചെലവും കൂട്ടിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ പേരാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട്, ഇപ്പം ബിസിനസ്സൊക്കെ ഒന്ന് നേരെയായില്ലേ, ഇനി നമുക്ക് ഇച്ചിരി വലിയൊരു വീട്ടിലോട്ട് മാറാം, ഒരു വലിയ വണ്ടി മേടിക്കാം. കാരണം എന്താ, വരുമാനം കൂടി. നോ, വരുമാനം കൂടുമ്പോൾ ചെലവ് ചുരുക്കി നിൽക്കുന്നതാണ് നമ്മളുടെ മിടുക്ക്. എന്തിനാണ്? ഇതാണ് പ്രോഫിറ്റ്, ഈ ഗ്യാപ്പാണ് പ്രോഫിറ്റ്. ഇതെടുത്ത് എന്ത് ചെയ്യണം? ഗോൾഡൻ ഗൂസ്, താറാവിനെ മേടിച്ച് അതിനെ കൊണ്ട് മുട്ടയിടിയിപ്പിക്കണം. ആ മുട്ടയിൽ വേണം ജീവിക്കാൻ. അതല്ലാതെ വരുമാനം കൂടിയെന്നും പറഞ്ഞിട്ട് ചെലവ് കൂട്ടുന്നത് ആരെ കൊണ്ടും പറ്റുന്ന കാര്യമാണെന്നേ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, പുതിയ ചെലവ് കൂടി ഈ വരുമാനം സ്ഥായിയായി വരുമെന്ന് ഒരു ബിസിനസ്സിലും ഉറപ്പില്ല. അപ്പം ചെലവ് കൂടുകയും ചെയ്തു, വരുമാനം കുറയുകയും ചെയ്താൽ വീണ്ടും കടക്കാരനായി. സോ കടം വാങ്ങുക എന്നത് മാത്രമല്ല ബിസിനസ്സിൽ ഓപ്ഷൻ ഉള്ളത്. നമുക്ക് ജോയിൻറ്റ് വെഞ്ചറിൽ ചെയ്യാം, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് പേയ്മെൻറ്റ് മേടിക്കാം, മേടിക്കാവുന്നേ. ഇതൊക്കെ ക്രിയേറ്റീവായിട്ട് നമ്മുടെ തലയിൽ വരണം. പക്ഷേ കടം എന്നൊരു ഓപ്ഷൻ നമ്മുടെ തലയിലേക്ക് വന്നാൽ വേറൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല. കാരണം ഡെറ്റ് ഈസ് ഈസി മണി. സോ നമ്മളുണ്ടാക്കുന്ന വരുമാനം എന്തിനുള്ളതായിരിക്കണം? പൊന്മുട്ടയിടുന്ന താറാവിനെ മേടിക്കാനുള്ളതായിരിക്കണം, അല്ലാതെ കടം വീട്ടാനല്ല. ബാങ്കുകാരിങ്ങനെ ഇരിക്കുക നമുക്ക് പൈസ തരാൻ. അവൻ എന്തിനാ ഈ പൈസ തരുന്നേ? നമ്മളെ പണിക്ക് വിട്ടിട്ട് അവന് കാശുണ്ടാക്കാൻ. സോ നെവർ ഡിപ്പെൻഡ് ഓൺ ബാങ്ക്, യൂസ് ബാങ്ക്. ബാങ്കിനെ ആശ്രയിക്കരുത്, ബാങ്കിനെ ഉപയോഗിക്കണം.